ഹലോ ഗൈസ്, പുതിയൊരു യാത്ര പോവാണ്. ഇപ്രാവശ്യം പോകുന്നുള്ളത് ഫാമിലീൻ്റെ ഒന്നിച്ചാണ്. നമ്മുടെ ഈ ചാനലിലെ എൻ്റെയും ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്രയാണ്, അതും തായ്ലാൻഡിലേക്ക്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ സഫർ വിത്ത് എൻബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ സമയം 2 മണിയായി. 2:30 നമ്മൾ ട്രെയിൻ വരുന്നുള്ളത്. കാസർഗോഡ് ടു ട്രിവാൻഡ്രം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് വരുന്നുള്ളത്. അപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ നല്ലപോലെ റെനോവേറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന് ജുമക്ക് നിസ്കരിച്ച് ഈ കാണുന്ന വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. ട്രാവൽ ചെയ്യുന്നുള്ളത് ഫാമിലിനെ ഒന്നിച്ചാണ്. അനുനുണ്ട്, നബീലുണ്ട്, പിന്നെ നിയാദും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വരുന്നുള്ളത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് നാളെ രാവിലെ 2 മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നുള്ളത്. ഡയറക്റ്റ് ഫുക്കറ്റിലേക്കാണ്. അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നുള്ളത് നമ്മളെല്ലാവരും ഫസ്റ്റ് ഫ്ലൈറ്റാണ്, അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ യാത്രയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് മോളെ എന്ത് പറയുന്നു? എന്തല്ലോ പറയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും. ഫ്ലൈറ്റിൽ കയറുന്ന നോക്കൂ, ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് നോക്കൂ. നമുക്ക് പോകാനുള്ള ട്രെയിൻ അവിടെ വന്നിട്ടുണ്ട്. ഓറഞ്ച് വന്ദേ ഭാരതാണ്. നമ്മൾ വന്ദേ ഭാരതിന് മുമ്പേ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഒന്നല്ല, അവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യില്ല. എങ്ങനെയോ 2:25-20 ആ സമയമാകുമ്പോഴേ ഡോർ ഓപ്പൺ ചെയ്യുള്ളൂ. ആ ടൈമാകുമ്പോൾ പോയി. ഇപ്പോൾ സമയം 2 മണി, കറക്റ്റ് 2 മണിയായി. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഷമ്മാസ് വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഷമ്മാസ് ഉണ്ടാവില്ല, ഷമ്മാസ് ദുബൈക്ക് പോകും. അതാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ സങ്കടം. അടിച്ച് പൊളിച്ച് വരാം. മങ്കുമോൾ അവിടെ ഉണ്ട്. കുറേ ഇതാക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ സീറ്റ് പോകും. അപ്പം നമുക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത് ഇതാണ്. ഒന്നൊന്നായിട്ടാണ്. ഇവിടെ ഒന്ന്, പിന്നെ അപ്പുറത്തൊന്ന്, പിന്നെ നമുക്ക് വേറെയാണ്. അങ്ങനെ ട്രെയിൻ വിട്ടു കൃത്യം 2:30. അപ്പോൾ നമുക്ക് സീറ്റ് വേറെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ലാസ്റ്റ് ടൈമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വേറെയാണ്. നമുക്ക് നബീലിന് C16 പിന്നെ അവർക്ക് C9 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ C16 പോവാം. അങ്ങനെ നമ്മുടെ സീറ്റിലേക്ക് എത്തി. ഇതാ നമ്മുടെ സീറ്റ്. അവിടുന്ന് ഒരു 1 കിലോമീറ്റർ വന്ന് നബീൽ വായി ക്ഷീണിച്ച് അത്ര നടക്കാനുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് നമുക്ക് വായിക്കാൻ പേപ്പറുണ്ടെന്ന്. പത്മകുമാർ ജയിലിൽ തളങ്കര പാലം. നമ്മുടെ ട്രെയിന് കണ്ണൂർ കഴിഞ്ഞു. ഏകദേശം ഫുള്ളായി ട്രെയിൻ. ഇവിടെ ആരും വന്നില്ല. നബിൽ ഭായി ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. എല്ലാവരും ഇവിടെ ഇറങ്ങിയതാണ്. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങി, അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കയറി. അപ്പോൾ ഇവിടെ ഉണ്ട് എല്ലാവരും. ഇപ്പോൾ സമയം 7:30 ആയതേ ഉള്ളൂ. നമുക്ക് ഫ്ലൈറ്റ് വരുന്നുള്ളത് 2:15. നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഫുഡ് കഴിക്കണം, പിന്നെ നേരെ എയർപോർട്ടിൽ പോകണം. നമുക്ക് നോക്കാം. അവൻ ഈ കാണുന്ന ഹോട്ടലിന് ഫുഡ് കഴിച്ചിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരും, നേരെ എയർപോർട്ടിൽ പോകുന്നതാണ്. സമയം ഇപ്പോൾ 9:30 ആയി. മങ്കുമോളിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. നമ്മൾ ഊബർ വന്നു. എയർപോർട്ടിലെത്തി. ഇപ്പോൾ സമയം 10 മണി ആയതേ ഉള്ളൂ. നമ്മൾ ഫ്ലൈറ്റ് വരുന്നുള്ളത് 2 മണിക്കാണ്. അപ്പോൾ ചെക്കിനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് നോക്കാം. നമ്മുടെ സ്വന്തം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 3 ആണ് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ ഇവിടെയാണ് വരുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഡയറക്റ്റ് ഫുക്കറ്റിലേക്കാണ്. ഫ്ലൈറ്റ് നമ്പർ FD 197 വരുന്നുള്ളത്. 2:15 ഇപ്പോൾ കറക്റ്റ് ഷെഡ്യൂളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെക്കിന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചെക്കിന് സ്റ്റാർട്ട് ചെയ്താൽ നേരെ അകത്ത് പോവാം. നബിൽ ഭായിനെ ഫുള്ള് ക്ഷീണിച്ച്. നബിൽ ഭായ് ഇങ്ങോട്ട് നോക്കൂ. അതിന് കൊടുത്തോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ
വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ പോലെ തന്നെ. അവിടെയാണ് എൻട്രൻസ് വരുന്നുള്ളത്. ചെക്കിന് സമയമായി. ഇപ്പോൾ 10:30 ആയതേ ഉള്ളൂ. ബാഗ് ട്രോളിയൊക്കെ എടുത്ത് പോവാന്ന്. ഹനുവിനെ കുട്ടി വേദനയോടുള്ള ശരി. അങ്ങനെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കയറാൻ ഹനുവിനെ കുട്ടി പോവാന്നേ. ഇൻ്റർനാഷണൽ അല്ല, ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ആണെന്നേ. മല്ലൊന്ന് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അല്ല. അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് കയറി. എന്താ പറയുക, നിയാദ് നബിയിലും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തി. ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 12 മണിയായി. ഇനി 1:30 ഇനി ഫ്ലൈറ്റിൽ കയറാനുള്ളത്. അപ്പോൾ അതുവരെ ഇങ്ങനെ കറങ്ങാം. കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഉണ്ട്, ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. ആണേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഗേറ്റ് വരുന്നുള്ളത് 4 ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യടെ. നമുക്കിവിടെ കുറേ ഷോപ്സ് വരുന്നുണ്ട്. ഈ സൈഡാണെങ്കിൽ ഇവിടെ കുറേ ഷോപ്സ് വരുന്നുണ്ട്. DC ബുക്സിനുണ്ട്, ബാഗിൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ ഷോപ്സ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ നമുക്ക് എയർപോർട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുവരാം. വാ, വിൽ വെൽക്കം ഓൺ. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേ സിറ്റിയിലത്തെ ടൈം കാണാൻ സാധിക്കും. ന്യൂയോർക്ക് ഉണ്ട്, ലണ്ടൻ ഉണ്ട്, കൊച്ചിനുണ്ട്, ദുബൈ ഉണ്ട്, ടോക്കിയോ ഉണ്ട്. ടോക്കിയോയിൽ ഇപ്പോൾ 3:25, ദുബൈയിൽ 10:30, ലണ്ടനിൽ 6:30, ന്യൂയോർക്കിൽ 1:30. അങ്ങനെ സ്വിസ് ടൈമിൻ്റെ തന്നെ ഇത് വെച്ചിട്ടുണ്ട്. എന്താ, കാഷ്യോൻ്റെ നല്ല ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ നല്ല എസ്കലേറ്റർ ഉണ്ട്. സ്ട്രൈറ്റാണ് എസ്കലേറ്റർ. കയറാനില്ല, വെറുതെ നടക്കാനുള്ള എസ്കലേറ്ററാണ്. ഇവിടെ ഡ്യൂട്ടി ഫ്രീ. അങ്ങനെ എസ്കലേറ്ററിൽ ഇപ്പോൾ ഒരു 5 മിനിറ്റായി തോന്നുന്നു കയറിയിട്ട്. കുറേ നേരമായി. വലിയ എസ്കലേറ്ററാണ്. ഇങ്ങനത്തെ എല്ലാം നാട്ടിൽ കൊണ്ടുവരണം. ചെങ്കലത്തുനിന്ന് വീത്തക്ക് എന്താ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീൽ ചെയറൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പ്രയോറിറ്റി കൂടുതലാണ്. നമുക്കിവിടെ ഇരിക്കാമോ? അറ്റ്ലാസ് നമ്മൾ ഫുക്കറ്റിലെത്തി, തായ്ലൻഡിലെത്തി. ഇപ്പോൾ സമയം 7 മണി. ആ സമയമാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. 8:15 പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തും എന്നുള്ളത്. അപ്പോൾ 7 മണിയാകുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങി. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ റൂം വരുന്നുള്ളത് 3 മണിക്കാണ് ചെക്കിന്. അപ്പോൾ ഇപ്പോൾ സമയം 8 മണി ആയതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് നേരെ റൂമിൽ പോയി നോക്കാം ഏർലി ചെക്കിന് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഇത് ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ ബാങ്കോക്ക് സുവർണഭൂമിയാണ് ഏറ്റവും തിരക്കേറിയത്. ഇവിടെ അത്ര തിരക്കൊന്നുമില്ല. ഇവിടെ കുറേ മണി എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ മണി എക്സ്ചേഞ്ച് ചെയ്ത് വരാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെന്നെങ്കിൽ കുറേ കമ്മീഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മളങ്ങനെ പുറത്തിറങ്ങാൻ പോവാന്ന്. നമ്മൾ നേരെ റൂമിൽ പോയി ഏർലി ചെക്കിന് പറ്റുമോ നോക്കാം നമുക്ക്.
സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചെക്കിന് പറഞ്ഞിട്ടുള്ളത് 3 മണിയാണ്. അപ്പോൾ ഇപ്പോൾ 10 മണിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞ് 12 മണിക്ക് ഏർലി ചെക്കിന് ചെയ്തു തരാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നുള്ളത്. നാളെ നമ്മൾ സിറ്റി ഓഫ് ഫുക്കറ്റിലേക്ക് പത്തോങ് ആ ഒരു ഏരിയയിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇവിടെ ഒരു 6 ഡേയ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല നല്ല വീഡിയോസ് വരുന്നതാണ്. ഫിഫി ഐലൻഡ്, ബാക്കി പത്തോങ് ബീച്ച്, ബംഗ്ലാർ റോഡ് എല്ലാം നല്ലപോലെ വരുന്നതാണ്. ഇന്ന് കുറച്ച് ബോറിംഗ് ആയിരിക്കും ഇങ്ങോട്ട് വരുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ആണ് ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നുള്ളത് നല്ലൊരു റിസോർട്ടിലാണ്. സ്പ്ലാഷ് ബീച്ച് റിസോർട്ട് എന്ന് പറയും. നമ്മൾ മൈക്കാവോ ബീച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്, എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നുള്ളത്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങളും ഇവിടെ അമ്യൂസ്മെൻറ്റ് വാട്ടർ പാർക്ക് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എവിടെ ഫ്ലൈറ്റ് ഇടണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തേക്കാം. ആ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ തായ്ലൻഡിലെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും